ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലും നാം വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവമാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നാം വിളിക്കുമ്പോൾ നമുക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ലൂക്കാ സുവിശേഷം 18-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ജെറീക്കയിലൂടെ യേശുനാഥൻ കടന്നു പോകുമ്പോൾ അന്ധനായ ബർത്തിമേയുസ് വഴിയരികിലിരുന്ന് ഭിക്ഷയാചിച്ചുകൊണ്ടിരിക്കുക. യേശുവാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവൻ ഉച്ചത്തിൽ വിളിക്കുക, ദാവീദിൻ്റെ പുത്ര, പാപിയായ എൻ്റെ മേൽ കനിയണമേ എന്ന്. പലരും അവനെ നിശബ്ദനാക്കാൻ തുടങ്ങി. എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു, ദാവീദിൻ്റെ പുത്ര, പാപിയായ എൻ്റെ മേൽ കനിയണമേ എന്ന്. അവൻ്റെ നിലവിളി യേശു കേട്ടു. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളുണ്ടാകുമ്പോൾ, പ്രതിസന്ധികളുണ്ടാകുമ്പോൾ നാം വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഏത് പ്രതിസന്ധിയിലും നമുക്ക് ആശ്രയിക്കുവാനും നമുക്ക് വിളിക്കുവാനും ഒരു കർത്താവുണ്ട്. അവൻ്റെ നിലവിളിക്ക് മുൻപിൽ ഈശോനാഥൻ നിന്ന് അവനെ തൻ്റെ അരികിലേക്ക് വിളിച്ച് അവൻ്റെ ആ രോഗാവസ്ഥയിലേക്ക് ഇടപെടുന്നത് നമ്മുടെ തിരുവചനത്തിൽ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, നിലവട്ടവൻ്റെ നിലവിളിയാണ് പ്രാർത്ഥന. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, സഹനങ്ങൾ വരുമ്പോൾ, ഒറ്റപ്പെട്ടു പോകുമ്പോൾ, തകർന്നു പോകുമ്പോൾ നമ്മൾ നിരാശരാകരുത്. നമ്മൾ ഈശോയെ വിളിക്കണം, ദിവ്യകാരുണ്യനാഥനെ വിളിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഏത് പ്രതിസന്ധിയിലും നാം വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു സർവശക്തനായ ഒരു ദൈവം നമുക്കുണ്ട്. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യത്തെ പറയുക, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്രയേറെ അടുത്ത് വസിക്കുന്ന ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്. നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് സമീപസ്ഥനാകുന്ന ഒരു ദൈവമുണ്ട്. ഒരു ദിവ്യകാരുണ്യനാഥൻ നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ തളർന്നു പോകരുത്, നമ്മൾ നിരാശപ്പെട്ടു പോകരുത്, നമ്മൾ ദുഃഖിച്ച് തളർന്നു പോകരുത്. നമ്മൾ യേശുവിനെ വിളിക്കണം, യേശുവേ എന്ന് വിളിക്കണം. ദാവീദിൻ്റെ പുത്ര എന്ന് നമ്മൾ ചങ്കുപൊട്ടി നിലവിളിച്ചാൽ കർത്താവിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യവും കർത്താവിൻ്റെ ഇടപെടലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരുവചനത്തിൽ കാണുന്നുണ്ട്, മരുഭൂമിയിൽ ഹാഗാറും കുഞ്ഞും നിലവിളിക്കുമ്പോൾ ആ നിലവിളി ദൈവം കേട്ട് ഹാഗാറിനും കുഞ്ഞിനും മരുഭൂമിയിൽ ജലം നൽകി അനുഗ്രഹിച്ച ഒരു ദൈവം. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ആ ദൈവം ഇന്നും നമ്മുടെ ഓരോ പ്രാർത്ഥനയ്ക്കും ഓരോ നിലവിളിക്കും ഉത്തരം നൽകുന്ന ദൈവമാ. ജെറമ്യ 33:3 പറയുക, നീ എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരം നൽകാം. നിന്റെ ബുദ്ധിക്കധികവും നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരാം. നമ്മൾ യേശുവിനെ വിളിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലും ഏത് കഷ്ടതയിലും നമ്മൾ യേശുവിനെ വിളിച്ചാൽ യേശു നമുക്ക് സമീപസ്ഥനാകുന്ന ദൈവമാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥന, മനമുരുകിയവരെ അവിടുന്ന് കടാക്ഷിക്കുന്നു. സങ്കീർത്തനം 18:6 അവിടുത്തെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു, എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ നിലവിളി എത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിക്കും ഉത്തരമുണ്ട്. അന്ധൻ്റെ നിലവിളി കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിയപ്പോൾ അവൻ്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ടായി. അതുകൊണ്ട് ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും നമ്മൾ യേശുവിനെ വിളിച്ചാൽ യേശു നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. നമ്മൾ തളർന്നു പോകരുത്, നമ്മൾ നിരാശപ്പെട്ടു പോകരുത്, നമ്മൾ ഭാരപ്പെട്ടു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുൻപോട്ട് പോകാൻ ശക്തിയില്ലാതെ വരുമ്പോൾ, കടബാധ്യതയുടെ നടുവിൽ നിൽക്കുമ്പോൾ, സഹനങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ, രോഗങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ
നമ്മൾ പരീക്ഷ എഴുതുവാൻ നമ്മൾ പ്രയാസപ്പെട്ട് പരാജയത്തിൻ്റെ പടിവെ നിൽക്കുമ്പോൾ നമ്മൾ യേശുവിനെ വിളിച്ചാൽ യേശു നമ്മുടെ നിലവിളി കേട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക തന്നെ ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ യേശുവിനെ വിളിച്ചാൽ യേശു നമുക്ക് ഉത്തരം നൽകും. അതുകൊണ്ട് തളർന്നു പോകാതെ, പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതെ നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ വിളിക്കണം. നമ്മുടെ പ്രതികൂലങ്ങളിലേക്ക് യേശുവിനെ വിളിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് കഷ്ടതയിലും യേശുവിനെ വിളിച്ചാൽ യേശു നമുക്ക് ഉത്തരം നൽകും. തളർന്നു പോകാതെ നമുക്ക് യേശുവിനെ വിളിക്കാം. നമ്മുടെ പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യാൻ യേശു നമുക്ക് സമീപസ്ഥനാകുന്ന ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ യേശുവിനെ വിളിച്ചുകൊണ്ട് യേശുവിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ എല്ലാ ഭാരങ്ങളും വിട്ടുകൊടുത്ത് നമ്മുടെ ജീവിതം കൂടുതൽ അനുഗ്രഹമായി കൃപയായി മാറാൻ നമ്മളെ ഓരോരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.